ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് മുട്ട വെച്ചിട്ടുണ്ടാക്കാവുന്ന സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോ കാണാം കേട്ടോ. ഞാനിവിടെ മീഡിയം സൈസുള്ള 2 വെല്ലുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എരിവിനായിട്ട് 1-2 പച്ചമുളകും കൂടി ചേർക്കാം. ഞാനിവിടെ ഫ്ലെയിം ഓണാക്കിയിട്ട് ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടാവുന്ന സമയത്ത് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജീസും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഉള്ളി പെട്ടെന്നൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല പൗഡേഴ്സൊക്കെ ഒന്ന് ആവശ്യമായിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ ഉള്ളി അത്യാവശ്യം ഒന്ന് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മസാല പൗഡേഴ്സും കൂടി ചേർത്തതിന് പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പീസ് തക്കാളിയും നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ. ഇപ്പം നമ്മളെ മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ച് ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഒക്കെ ചേർക്കാം. തികച്ചും ഓപ്ഷണലാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മൾ മസാല ഒന്ന് ചൂടാറാനായിട്ട് വെക്കട്ടോ. ഇനി നമുക്കിതിലേക്കൊരു ദോശ ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പിനടുത്ത് മൈദയും 1/2 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ പൾസ് ചെയ്തെടുക്കണം. പെട്ടെന്ന് കട്ടകളൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഈ നോർമൽ ഒരു ദോശൻ്റെ തിക്നെസ്സിലാണ് മാവ് വേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും മാവിൻ്റെ കറക്റ്റ് തിക്നെസ്. നമുക്കിത് നോർമൽ ദോശ ചുടുന്ന പോലെ നൈസായിട്ടൊന്ന് പരത്തി ചുട്ടെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാനിത് 2 മുട്ട നന്നായിട്ടൊന്ന് പുഴുങ്ങിയിട്ട് പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടും കൂടിയുണ്ട്. ഒരു പാൻ ഇതാ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടാവുന്ന സമയത്ത് ഓരോ തവി മാവ് ഒഴിച്ച് നൈസായിട്ടൊന്ന് പരത്തി നമുക്കൊന്ന് ദോശ ചുട്ടെടുക്കണം. ഒരു ഭാഗം കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് മറിച്ചിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് കുക്കാക്കി എടുക്കണം. ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാനിതാ ഒരു ദോശ ഇവിടെ റെഡിയാക്കി എടുക്കുകയാണ്. അത് മറുഭാഗം ഒന്ന് കുക്കായപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് സൈഡും കൂടി ഒന്ന് വേവാനായിട്ട് മറിച്ചും കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ എഗ് ബോക്സ് റെഡിയാക്കി എടുക്കാം. ചൂടോടെ തന്നെ ഇതാ ഒരു ദോശ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള മസാല ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് പകുതിയാക്കി വെച്ചിട്ടൊരു മുട്ടയും കൂടി കമഴ്ത്തി വെച്ചിട്ട് 4 സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും അത് ഫോൾഡ് ചെയ്യുന്നതിൻ്റെ രീതി. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഗ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ മൈദ ഒന്ന് സ്റ്റിക്കായി കിട്ടും. അല്ലാതെ ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് സ്റ്റിക്കായി കിട്ടാണ്ട്. അങ്ങനെ ഞാനിതാ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഒരു മുട്ടയും കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി മിക്സ് ചെയ്തിട്ടൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഡിപ്പ് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് ബ്രഷ് കൊണ്ട് സ്പ്രെഡ് ചെയ്യുക, എങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ എന്തായാലും ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് ഷാലോ ഫ്രൈ ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഏറ്റവും കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇതിലെല്ലാം ഓൾമോസ്റ്റ് കുക്കായിട്ടുള്ള ഐറ്റമാണ്. ഇനി ഞാനിതൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് മാത്രം ഓയിലാണ് ചേർത്തത്. ഇനി നമുക്ക് ഓരോ ബോക്സും എഗ് മിക്സിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് 4 സൈഡും തിരിച്ചും മറിച്ചുകൂടെ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ഇഫ്താറിൻ്റെ സമയത്തും അതേപോലെ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ആക്കി നോക്കുക. നിങ്ങളെ വാല്യബിൾ ആയിട്ടുള്ള കമൻസും കൂടി ഒന്ന് അറിയിക്കുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലുള്ള സിമ്പിൾ റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിലൊരു മെമ്പർ ആവാനും കൂടി മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാ ഇതേപോലുള്ള സിമ്പിൾ റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാ, ബൈ.